നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് മതി കേട്ടോ നമ്മുടെ വയറ് നിറയാനായിട്ട്. നല്ലൊരു ഇഫ്താർ ഡ്രിങ്കാണ്. ക്യാരറ്റും പാലും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കണേ. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് ഇതുപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്ന ക്യാരറ്റ് പാലിൻ്റെ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് കുറുക്കിയൊന്നും എടുക്കണ്ട. നമുക്കിത് കുടിക്കാൻ പാകത്തിനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കസ്കസ് അരിപ്പയിലൊന്ന് കഴുകിയിട്ടൊരു ബൗളിലിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വയ്ക്കണേ. ഈ പഞ്ചസാരയും ഉപ്പുമൊക്കെ കസ്കസിലിടുമ്പം അതിങ്ങനെ കുതിർന്ന് വരുമ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റിൻ്റെയും ആ ഒരു പാലിൻ്റെയും മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തണുപ്പത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ആദ്യം കുതിർത്തിയെടുത്ത കസ്കസ് ചേർത്തു. പിന്നെ കുറച്ച് പൊമിഗ്രാനേറ്റ്, ആപ്പിള്, റോബസ്റ്റാ പഴം ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.